Welcome to the channel Swastha Foods. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുരിങ്ങയില കറിയാണ്. അപ്പോൾ നമുക്കറിയാം ഇലവർഗ്ഗങ്ങൾ ശരീരത്തിന് വളരെ നല്ലതാണെന്നുള്ള മുരിങ്ങയില ധാരാളം വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള മുരിങ്ങയില കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മുരിങ്ങയില കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് മുരിങ്ങയില നല്ലോണം കഴുകിയിട്ട് അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങയിലക്കറിയുടെ അരപ്പിന് ആവശ്യമായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, 2 ചെറിയ ഉള്ളി, പിന്നെ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ എരിവിന് ആവശ്യമായ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം കൂടെ നല്ലവണ്ണം അരച്ചെടുക്കുക. പിന്നെ കടുക് വറുക്കുന്നതിന് ആവശ്യമായിട്ട് 2 ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പ്, 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, നല്ലോണം വഴറ്റുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകണം വരെ ഒന്ന് വഴറ്റുക. ഇനി ഇതിൻ്റെ അകത്തോടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് വഴറ്റുക. മുരിങ്ങയില നല്ല വാടി വരും. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ മുരിങ്ങയില നല്ല വാടി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുക്കാം. അരപ്പിട്ട് കൊടുക്കാം. പിന്നെ അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. കറിക്ക് എത്ര തിക്നെസ് ആവശ്യമാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നല്ലോണം തിളപ്പിക്കുക. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ മുരിങ്ങയില കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിനൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ഇതിലൂടെ എടുത്തേക്കുന്നത് ചക്കക്കുരു മെഴുക്കുരട്ടിയാണ്. ചക്കക്കുരു മെഴുക്കുരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നോക്കുക. പിന്നെ നാരങ്ങ അച്ചാറും കൂടെ വെച്ചിട്ട് കഴിക്കുക. വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. Thank you.